ഹലോ, ഷന പുത്തൻകോട്ട് ഹിയർ. നമ്മുടെ ഡി ഐയുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കാദ്യം തന്നിരിക്കുന്ന ഡേറ്റ നോക്കാം. സിറ്റി വൈസ് ഡീറ്റെയിൽസ് ഓഫ് പോപ്പുലേഷൻ. ABCDE എന്ന് പറയുന്ന സിറ്റികളിലെ പോപ്പുലേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി പോപ്പുലേഷൻ പേഴ്സൻറ്റേജിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 0-നും 13-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ എണ്ണത്തിൻ്റെ പേഴ്സൻറ്റേജാണ് 18%. 13-നും 19-നും ഇടയിലുള്ളത് 12%. സിറ്റി എയിലെ കാര്യമാണ് പറയുന്നത്. 19-നും 35-നും ഇടയിലുള്ള കുട്ടികളുടെ എണ്ണം 24. കുട്ടികളല്ല, ആളുകൾ അല്ലേ. 35-നും 60-നും ഇടയിലുള്ള ആളുകളുടെ എണ്ണം 30%. 60-ൽ കൂടുതൽ ഗ്രേറ്റർ ദാൻ 60 16%. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ടേബിൾ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദി പോപ്പുലേഷൻ ഓഫ് സിറ്റി C and city D in the age group more than 60 years is equal to 24,000 each. അതായത് സിറ്റി സിയിലെയും സിറ്റി ഡിയിലെയും 60-ൽ കൂടുതൽ പ്രായമുള്ള ആളുകളുടെ എണ്ണം 24,000 ആണെങ്കിൽ then what is the sum of the total population of city C and D എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ഇത് മനസ്സിലാക്കാനൊന്നുമില്ല. സിറ്റി സിയിലെയും ഡിയിലെയും കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സിറ്റി സിയിലെയും ഡിയിലെയും 60 വയസ്സിൽ കൂടുതലുള്ള ആളുകളുടെ എണ്ണം 24,000 ആണെങ്കിൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൊത്തം ആ സിറ്റിയിലെ ആളുകളുടെ എണ്ണം എത്രയായിരിക്കും എന്നാണ്. അതായത് 2 സിറ്റിയിലും കൂടെ ചേർത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ കുറച്ച് കാൽക്കുലേഷൻ വരുന്നു മാത്രം. സിറ്റി സിയും ഡിയുമാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ സിറ്റി സിയിലെയും ഡിയിലെയും മൊത്തം ആളുകളുടെ എണ്ണം കിട്ടണം. നമ്മളത് പറഞ്ഞേക്കുന്നത് സിറ്റി സിയിലെയും ഡിയിലെയും 60 വയസ്സിൽ കൂടുതലുള്ള ആളുകളുടെ എണ്ണം തന്നിട്ടുണ്ട്. അതായത് സിറ്റി സിയിലെ 15% എത്രയാണെന്നാണ് തന്നിരിക്കുന്നത്? 24,000. ഇനി ഇതിൽ നിന്ന് 15% 24,000 എങ്കിൽ 1% എത്ര, അങ്ങനെയൊന്നും കാൽക്കുലേറ്റ് ചെയ്യണ്ട. 15% എന്ന് പറയുന്നത് 24,000 ആണ്. അതായത് 60 വയസ്സിന് മുകളിലുള്ള സിറ്റി സിയിലെ ആളുകളുടെ എണ്ണം 24,000 തന്നിട്ടുണ്ട്. അതായത് 15% എന്ന് പറയുന്നത് 24,000 ആണെങ്കിൽ ഇനി എല്ലാം കിട്ടണ്ടേ. അപ്പോൾ എല്ലാം പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. 15% 24,000 ആണെങ്കിൽ 25% എത്രയായിരിക്കും? ഇങ്ങനെ എക്സ് ഇടുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 15 × x ഇസ് ഈക്വൽ ടു 24,000 × 25. ഞാൻ ഇപ്പുറത്തേക്ക് എഴുതാം. അതായത് നമുക്ക് തന്നിരിക്കുന്നത് സിറ്റി സിയിലെ ആണല്ലോ. ഇപ്പോൾ നമ്മൾ സിറ്റി സിയിലെ മൊത്തം പോപ്പുലേഷനാണ് ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 15% എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 24,000. അതെങ്ങനെയാണ് മനസ്സിലായത്? നേരത്തെ പറഞ്ഞു 60 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ സിറ്റി സിയിലെ ആളുകളുടെ എണ്ണം 24,000 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് 15% 24,000 ആണ്. അപ്പോൾ 25% എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, 25% എക്സ് എന്നെടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ എക്സ് ഇങ്ങോട്ട് പോകും. അപ്പോൾ 15 × x എന്ന് വരും. അതുപോലെ തന്നെ 24,000 × 25 എന്ന് വരും അല്ലേ. ഇനി എക്സ് എന്ന് പറയുന്നത് 24,000 × 25/15. 5 വെച്ച് ചെയ്യുമ്പോൾ 5 × 3 15, 5 × 5 25. ഇനി ഇതിൻ്റെ 3 വെച്ച് ചെയ്യാം. 3 × 1 3, 8 × 3 24, 0 0, 5 8s are 40, പിന്നെ 2 0 കൂടെ വരും, 4,000. ഓക്കെ, അപ്പം 35-നും 60-നും ഇടയിലുള്ള ആളുകളുടെ എണ്ണം 4,000. ഓൾറെഡി നമുക്ക് 60-ന് മുകളിലുള്ളവരുടെ എണ്ണം 24,000 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 4,000 അല്ല 40,000 ആണ്. 2 0യും പിന്നെ ഇവിടെ ഒരു 0 കൂടെ വരുമല്ലോ. 24,000 അല്ലേ, അപ്പോൾ ഒരു 0 കൂടെ വരും. അപ്പോൾ 40,000 ആണ്. ഐ എം സോ സോറി. അപ്പോൾ 40,000. അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം ഓൾറെഡി തന്നിട്ടുണ്ട് 24,000. അപ്പോൾ 24,000 + 40,000. ഇനി തീർന്നോ? ഇല്ല, ഇനിയും ഇല്ലേ. ഇപ്പം നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തു. ഇത് ഓൾറെഡി നമുക്ക് കിട്ടി 24,000. ഇത് 40,000 എന്ന് കിട്ടി. ഇനി 20% കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 15%
24,000 ആണെങ്കിൽ ഇനി 20% എങ്ങനെ ചെയ്യും? ഇതുപോലെ തന്നെ ചെയ്യും. എക്സ് ഇട്ടിട്ട് എക്സ് എന്ന് പറയുന്നത് 24,000 ഇൻറ്റു 20/15. 5 വെച്ച് ചെയ്യുമ്പോൾ 5 × 3 15, 5 × 4 20 അല്ലേ? 3 വെച്ച് ചെയ്യുമ്പോൾ 8 വരും. 1 2 3 4 × 8 32, 3 0 വരും. 32,000 അല്ലേ? അപ്പോൾ നമുക്ക് 40,000 കിട്ടി, 24,000 കിട്ടി, 32,000 കിട്ടി. ഇനി അടുത്തത് എന്ത് ചെയ്യണം? ഇനി വീണ്ടും 20% വീണ്ടും ചെയ്യണോ? ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചതാണ് അല്ലേ? 32,000 തന്നെ. പിന്നെ 20% നമ്മൾ ചെയ്തിട്ട്, ഇത് 20% അപ്പോൾ എത്ര 32,000 വരും? 32,000 വരും അല്ലേ? അപ്പോൾ ഇത് ടോട്ടൽ പോപ്പുലേഷൻ എത്രയായിരിക്കും? 32,000 3 തവണ വന്നു. 32,000 20% 32,000 ആണെന്ന് ചെയ്തല്ലോ. പിന്നെ നമുക്ക് ഏതായിരുന്നു? 25% എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്? 40,000 ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 15% 24,000 ആണെന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ടോട്ടലൈസ് ചെയ്യുന്ന സമയത്ത് 16,000 എന്ന് ഉത്തരം കിട്ടും. 16,000 ഓക്കെ, 16,000 എന്ന് ഉത്തരം കിട്ടും. 16,000 അല്ല, 1,60,000 അല്ലേ? ഇതെല്ലാം ടോട്ടൽ ചെയ്യുമ്പോൾ 16,000 അല്ല, 1,60,000 അല്ലേ? 1,60,000 ആണേ, മാറിപ്പോരുത്. 1,60,000 പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. 1,60,000. അപ്പോൾ സിറ്റി സിയിലെ ടോട്ടൽ പോപ്പുലേഷൻ 1,60,000. ഇനി അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? സിറ്റി ഡിയിലെയും കാൽക്കുലേറ്റ് ചെയ്യണം. സിറ്റി ഡിയിലെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സിറ്റി സിയിലെയും ഡിയിലെയും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ എണ്ണമാണ് 24,000 തന്നിട്ടുള്ളത്. അപ്പോൾ ഇതേ സാധനം തന്നെ സിറ്റി ഡിയിൽ അപ്ലൈ ചെയ്യുക. അതായത് സിറ്റി ഡിയിൽ 60 വയസ്സിൽ കൂടുതലുള്ള ആളുകളുടെ ശതമാനം എത്രയാണ്? 20% അല്ലേ? ആ 20% എത്രയാണ് തന്നിരിക്കുന്നത്? 24,000 ആണെന്ന് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്കിനി 26% എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 26% എന്ന് പറയുന്നത് എക്സിൻ്റെ അവിടെ 24,000 ഇൻറ്റു 26/20. ഈ 0 കട്ട് ചെയ്തു. 2 വെച്ച് ചെയ്യുമ്പോൾ 1 2 0 0. 26 × 12 അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 26 ഇൻറ്റു 12 തന്നെ അല്ലേ വരിക? യെസ്. അത് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 26 × 12 3 ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ. 26% എന്ന് പറയുന്നത് 3120 ആണ് കേട്ടോ. ഇവിടെ ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 4 വരും, ഇവിടെ 5 വരും. യെസ്, 31 ഇവിടെ 5 അല്ലേ വരിക? 6 × 2 12, ബാലൻസ് 1, 2 × 2 4, 5, 1 × 6 6, 1 × 2 2. അപ്പോൾ 3120. 312 എത്ര 0 വരും? 2 0 വരും. അതായത് 31,200 അല്ലേ? അങ്ങനെ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഇനി 21, 18, 18%, 15% ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് 21% എന്ന് പറയുന്നത്, ഞാൻ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം പോകും, അതുകൊണ്ടാണ് ചെയ്യാത്തത്. നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. 21% എന്ന് പറയുന്നത് 25,200. ഞാൻ ടെലഗ്രാം ചാനലിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ അയച്ചിട്ടേക്കാം. 18% എന്ന് പറയുന്നത് 21,600. പിന്നെ 15% എന്ന് പറയുന്നത് 18,000. ഇതെല്ലാം ആഡ് ചെയ്യും അല്ലേ? 20%, 26%, 21%, 18%, 15%, ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 1,20,20,000 ആയിരിക്കും ആൻസർ വരിക. ഇനി അത് രണ്ടും കൂടെ ആഡ് ചെയ്യണം അല്ലേ? നമ്മുടെ അടുത്ത് സിറ്റി സിയിലെയും ഡിയിലെയും ടോട്ടൽ പോപ്പുലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1,60,000 പ്ലസ് 1,20,000 അത് 2,80,000 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ 2,80,000 അതായത് 2.8 lakh അല്ലേ? അതാണ് നമ്മുടെ ആൻസറായിട്ട് വരിക. വളരെ സിമ്പിളാണല്ലോ. പേഴ്സൻറ്റേജിൻ്റെ ഒരു സംഭവം മാത്രം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇഫ് ദി നമ്പർ ഓഫ് പീപ്പിൾ ഓഫ് സിറ്റി എ ബിലോങ്ങിങ് ടു ദി ഏജ് ഗ്രൂപ്പ് ഓഫ്
19-35 ഇയേഴ്സ്. സിറ്റി എയിലെയാണ്, സിറ്റി എയിലെ 19-35 ഇടയിൽ പ്രായമുള്ള ആളുകളുടെ എണ്ണം 31,680 ആണെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം എത്രയായിരിക്കും എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്ക് സിറ്റി എ ആണ്, സിറ്റി എയിലെയാണ് 19-35 ഇടയിലുള്ള ആളുകളുടെ പ്രായം. അപ്പോൾ സിറ്റി എ 19-35 ഇടയിലുള്ള ആളുകളുടെ പ്രായം നമുക്ക് എത്രയാണെന്ന് തന്നേക്കുന്നത്? 31,680. അതായത് 24% എന്ന് പറയുന്നത് 31,680 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരുടെ എണ്ണം എത്ര എന്നാണ്. അതായത് 16% എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 16% എന്ന് പറയുന്ന എക്സ് ഇടുക. എക്സ് ഇസ് ഈക്വൽ ടു 31,680 ഇൻറ്റു 16/24. ഇനി ഇതിനെ 4 വെച്ചിട്ട് രണ്ടും ചെയ്യാം അല്ലേ. 4 × 4 16, 8 × 4 24. ഇനി ഞാനിവിടെയൊക്കെ എഴുതാത് 31,680 ഇൻറ്റു 4/8. ഓക്കെ, ഇനി 4 വെച്ച് ചെയ്യുമ്പോൾ 4 × 2 8, 2 വെച്ച് ചെയ്യുമ്പോൾ 2 × 1 2, ബാലൻസ് 1 വരും. 5 × 2 10, ബാലൻസ് 1 വരും. 8 × 2 16, പിന്നെ 4 × 2 8 0 അല്ലേ. അപ്പോൾ 1 5 8 4 0. ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, ഒന്നുകൂടെ ചെയ്യാം. 31,680 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 24. 4 വെച്ച് ചെയ്യുന്ന സമയത്ത് 4 × 4 14, 4 × 4 16. ആ 4 വെച്ച് ഇത് ചെയ്യാൻ പറ്റില്ല, അതാണ് ഇവിടെ മിസ്റ്റേക്ക് പറ്റിയത്. അതാ നമുക്ക് 2 വെച്ച് ചെയ്യാം. 8 × 2 16, 1 × 2 2, 2 × 2 4 അല്ലേ. ഇനി വീണ്ടും 2 വെച്ച് ചെയ്യുമ്പോൾ 4 × 2 8, 6 × 2 12. ഇനി വീണ്ടും 2 വെച്ച് ചെയ്യുമ്പോൾ 2 × 2 4, 3 × 2 6. ഇനി 3 വെച്ച് ഇതിനെ കട്ട് ചെയ്യാം. 1 × 3 3, 1ൽ 3 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഇവിടെ 0 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ ഈ 1 ഇവിടെ കിട്ടപ്പോൾ 16 ആയി അല്ലേ. 5 × 3 15, ബാലൻസ് 1 വീണ്ടും വന്നു. 6 × 3 18 0. ഇനി 10560 ഇൻറ്റു 2 12, ബാലൻസ് 1 11 1 2. അപ്പോൾ 2 1 1 2 0 എന്ന് ആൻസറായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളുടെ എണ്ണം 21,120 എന്ന് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 21,120. സിമ്പിളാണല്ലോ. അപ്പോൾ ഈ കാൽക്കുലേഷനിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ അടുത്ത തവണ ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ മുഴുവനായിട്ട് ചെയ്യാം. അതായത് ഇത്രയേ ഉള്ളൂ. 10560 ഇൻറ്റു 2 ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ. 2 × 0 0, 2 × 6 12, 12ൽ 2 എഴുതി, ബാലൻസ് 1 എഴുതി. 5 × 2 10, +1 11, 11ൽ 1 എഴുതി, ബാക്കി 1 ഇവിടെ എഴുതി. 2 × 1 പിന്നെ 1 എഴുതി. 2 × 0 0, +1 1, 1 × 2 2. ഇതാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ 3 കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ അല്ലേ. ഞാൻ വീണ്ടും അത് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ 21120, അത് നമുക്കിവിടെ ആൻസറായിട്ട് ഉണ്ട് അല്ലേ. അപ്പോൾ ഇനി അത് വീണ്ടും ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് കാൽക്കുലേഷൻ അധികമൊന്നുമില്ല, നോക്കാം. If the total population of city B and city E are, ടോട്ടൽ പോപ്പുലേഷൻ ആണ് തന്നിരിക്കുന്നത്. സിറ്റി ബിയുടെയും തന്നിട്ടുണ്ട്, സിറ്റി ഇയുടെയും തന്നിട്ടുണ്ട്. അത് 96,000 ആണ് സിറ്റി ബിയുടെ. സിറ്റി ഇയുടെ 1,30,000. ഓക്കെ, 1,30,000, മറ്റേ 96,000. അപ്പോൾ ഈ സിറ്റി ബിയുടെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിറ്റി ബിയുടെ 100% 96,000 അല്ലേ. ഒരു നമ്പറിൻ്റെ
100% എന്തായിരിക്കും? ആ നമ്പർ തന്നെ അല്ലേ? അപ്പോൾ ഒരു നമ്പറിൻ്റെ 50% എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതിയാണ് എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഈ ഓരോ സിറ്റിയിലെയും ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ അത് 100% എടുക്കേണ്ടത്. ഓക്കെ, അത് മാറിപ്പോകരുത്. ഓരോ സിറ്റിയുടെയും ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 100% എന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, അപ്പോൾ സിറ്റി ബിയുടെയും ഇയുടെയും ടോട്ടൽ പോപ്പുലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമുക്ക് പോപ്പുലേഷൻ ഓഫ് സിറ്റി ഇ ഇൻ ദി ഏജ് ഗ്രൂപ്പ് 0 to 13. അപ്പോൾ നമ്മൾ ആദ്യം സിറ്റി ഇയിലെ 0 to 13 ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ എണ്ണം കണ്ടുപിടിക്കണം. ഓൾറെഡി നമുക്ക് സിറ്റി ഇയിലെ 100% എത്രയാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഇത് സിറ്റി ബിയുടെ 96,000. സിറ്റി ഇയുടെ 100% എന്താണ്? 1,30,000. അതിൽ നിന്ന് നമുക്ക് സിറ്റി ഇയുടെ 0 to 13 ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ എണ്ണം കണ്ടുപിടിക്കണം. വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ സിറ്റി ഇയിലെ 0 to 13, അതായത് 18% നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓൾറെഡി 100% എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 100% എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 100% എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ പോപ്പുലേഷൻ 1,30,000 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 0-നും 13-നും ഇടയിൽ പ്രായമുള്ള സിറ്റി ഇയിലെ കുട്ടികളുടെ എണ്ണമാണ്. അതായത് 18% അതല്ലേ? അത് എക്സ് എന്ന് എഴുതുക. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 1,30,000 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 100. 2 0 കട്ട് ചെയ്തു, 2 0 കട്ട് ചെയ്തു. ഇനി 18 ഇൻറ്റു 13 വരും. അത് ചെയ്യുമ്പോൾ നമുക്ക് 23,400 എന്ന് കിട്ടും. അപ്പോൾ സിറ്റി ഇയിലെ 0-നും 13-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ എണ്ണം 23,400 എന്ന് കിട്ടി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? പോപ്പുലേഷൻ ഓഫ് സിറ്റി ബി ഇൻ ദ സെയിം ഏജ് ഗ്രൂപ്പ്. സെയിം ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 0-നും 13-നും ഇടയിൽ. അപ്പോൾ സിറ്റി ബിയുടെ 100% എത്രയാണ്? 96,000. ഇനി നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 0-നും 13-നും ഇടയിലുള്ള സിറ്റി ബി ആണ്. അപ്പോൾ 100% എന്ന് പറയുന്നത് 96,000. ഇനി നമുക്ക് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സിറ്റി ബിയുടെ 0-നും 13-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ പെർസെൻറ്റേജ് എത്രയാണ്? 16. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 16% കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 96,000 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 100. 0 0 കട്ട് ചെയ്തു. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15,360. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ ചെയ്യേണ്ടത് പോപ്പുലേഷൻ ഓഫ് സിറ്റി ഇ ഇൻ ദി ഏജ് ഗ്രൂപ്പ് 0 to 13 ഇയേഴ്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി മോർ ദാൻ ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് കിട്ടിയിരിക്കുന്നതും, അതായത് സിറ്റി ഇയുടെ എത്രയാണ്? 23,400. ബിയുടെ എത്രയാണ്? 15,360. ചോദ്യം എന്താണ്? ഹൗ മെനി പീപ്പിൾ ആർ ദർ മോർ എന്നാണ് അല്ലേ? ഹൗ മെനി മോർ പീപ്പിൾ. അയ്യോ, ഇവിടെയല്ല, ക്വസ്റ്റ്യൻ മാറിപ്പോയി. മൂന്നാമത്തെ ചോദ്യമല്ലേ? യെസ്. അപ്പോൾ നമുക്ക് സിറ്റി ഇയിൽ എത്രയാണ്? 0-നും 13-നും ഇടയിൽ 23,400. സിറ്റി ബിയിൽ എത്രയാണ്? 15,360. ഇനി എന്താണ്? ഈ 0-നും 13-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ എണ്ണം എത്ര പെർസെൻറ്റേജ് മോറാണ് ഈ സിറ്റി ബിയിൽ ഇതേ ഏജ് ഗ്രൂപ്പിൽ എന്നാണ്. മോർ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്യണം അല്ലേ? ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 8,040 എന്ന് കിട്ടും. ഇനി താഴെ എന്താ എഴുതേണ്ടത്? ഓഫ് കഴിഞ്ഞിട്ട് വന്നേക്കുന്നത് സിറ്റി ബി ആണ്. അപ്പോൾ സിറ്റി ബിയുടെ 15,360 നമ്മൾ താഴെ എഴുതണം. ഇനി പെർസെൻറ്റേജ് ആയതുകൊണ്ട് 100 എന്നെഴുതി. ഇനി ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പോയിൻ്റ് കിട്ടും. 52.34 എന്ന് കിട്ടും. അതാണ് ഈ ആൻസർ, 52.34. ഓക്കെ, എളുപ്പമാണല്ലോ, ക്വസ്റ്റ്യൻ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇഫ് ദി പോപ്പുലേഷൻ ഓഫ് സിറ്റി എ ആൻഡ് സിറ്റി ബി ഇൻ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് 19 to 35 ആർ 17,280 ആൻഡ് 21,120. അതായത് സിറ്റി എയുടെയും ബിയുടെയും 19-നും 35-നും ഇടയിൽ പ്രായമുള്ള ആളുകളുടെ എണ്ണാണ് തന്നിരിക്കുന്നത്. നമ്മളുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? 100%, അതായത് ടോട്ടൽ പോപ്പുലേഷൻ്റെ റേഷ്യോ ആണ് എഴുതേണ്ടത്. സിറ്റി എ ടു ദാറ്റ് ഓഫ് സിറ്റി ബി.
അപ്പോൾ സിറ്റി എയുടെ 19-35 ഇടയിലുള്ള സിറ്റി എയുടെയും ബിയുടെയും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ 100% എടുത്താൽ മതി. അപ്പോൾ സിറ്റി എയുടെ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. സിറ്റി എയുടെയും ബിയുടെയാണ് നമുക്ക് അല്ലേ. സിറ്റി എയുടെ 19-35 ഇടയിൽ എന്ന് പറയുമ്പോൾ 24% അല്ലേ. 24% എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 24% എന്ന് പറയുന്നത് 17,280 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് 100% കാൽക്കുലേറ്റ് ചെയ്താൽ മതി ടോട്ടൽ പോപ്പുലേഷൻ കിട്ടാൻ. എക്സ് എന്ന് പറയുന്നത് 17,280 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 24. ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 72,000 എന്ന് കിട്ടും. അതായത് സിറ്റി എയിലെ ടോട്ടൽ പോപ്പുലേഷൻ 72,000 കാരണം 100% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് അല്ലേ. അപ്പോൾ 100% എന്ന് പറയുന്നത് 72,000. ഇതേ സംഭവം തന്നെ നമുക്ക് സിറ്റി ബിയിൽ ചെയ്താൽ മതി. അപ്പോൾ സിറ്റി ബിയിലെ 19-35 ഇടയിൽ പ്രായമുള്ള ആളുകളുടെ ശതമാനം 22. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 22% എന്ന് പറയുന്നത് എത്രയാണെന്നാണ് തന്നിരിക്കുന്നത്? 2,1,1,2,0. അതായത് 22%. സോറി, ഓക്കെ. അപ്പോൾ സിറ്റി ബിയിലെ അല്ലേ, സിറ്റി ബിയിലെ 24, സിറ്റി ബിയിലെ 19-35 ഇടയിൽ പ്രായം എന്ന് പറയുമ്പോൾ 22% അല്ലേ. അതായത് 22% എന്ന് പറയുന്നത് 2,1,1,2,0. ഇപ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ 100%. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2,1,1,2,0 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 22. ഓക്കെ, 11 വെച്ച് ചെയ്യാൻ പറ്റും അല്ലേ. 11 ഇൻറ്റു 2 22, 11 ഇൻറ്റു 1 11. ബാലൻസ് എത്ര വരും? 11-ൽ ബാലൻസ് 21 എന്ന് പറയുമ്പോൾ ബാക്കി എത്ര വരും? കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഒരു സെക്കൻഡ്. 10 വരും അല്ലേ. ഇപ്പോൾ 101 വരും, 9 വരും, ബാക്കി 2 വരും, 11 ഇൻറ്റു 2 ഇങ്ങനെ വരും അല്ലേ. പിന്നെ അതിനെ 100 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാൽക്കുലേഷനിൽ എവിടെയോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യണേ നിങ്ങൾ കാൽക്കുലേഷൻ. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ചെയ്യുന്നില്ല. 2 വെച്ചിട്ട് ചെയ്യാം. 12 വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഓക്കെ, ഒന്നുകൂടെ ചെയ്യാതെ 21,1,2,0 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 22. 2 വെച്ച് ചെയ്യുമ്പോൾ 11 വരും. 2 0 5 6 0. ഇനി നമുക്കിതിനെ 11 വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ 11 വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇത് 11 വെച്ച് ചെയ്യാൻ പറ്റും. 11 ഇൻറ്റു 9 100. 11 ഇൻറ്റു 9 99 അല്ലേ. 99 നിന്ന് 105 മൈനസ് 105 99 മൈനസ് ചെയ്യുമ്പോൾ 6 വരും അല്ലേ. 66. അപ്പോൾ 11 ഇൻറ്റു 6 0. അപ്പോൾ 96,0,0. ഇവിടെ ഒരു 0 കൂടെ ഉണ്ടല്ലേ. അപ്പോൾ 96,000. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ റേഷ്യോ ആണ്. അതായത് സിറ്റി എ ടു ബി ആണ് റേഷ്യോ. അപ്പോൾ സിറ്റി എയുടെ ടോട്ടൽ പോപ്പുലേഷൻ നമ്മൾ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്? 72,000. സിറ്റി ബിയുടെ ടോട്ടൽ പോപ്പുലേഷൻ 96,000. 3 പൂജ്യങ്ങൾ കട്ട് ചെയ്തു. ഇനി 2 വെച്ച് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 2 6, ബാലൻസ് 1. 6 ഇൻറ്റു 2 12. ഇനി 4 ഇൻറ്റു 2 8, ബാലൻസ് 1. 8 ഇൻറ്റു 2 16. ഇനി നമുക്ക് ഇതിന് വീണ്ടും കട്ട് ചെയ്യാം. 2 വെച്ച് തന്നെ ചെയ്യാം അല്ലേ. 1 ഇൻറ്റു 2 2, ബാലൻസ് 1. 8 ഇൻറ്റു 2 16 അല്ലേ. ഇനി 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8. 18 വെച്ച് ചെയ്യുമ്പോൾ 9 ഇൻറ്റു 2 18. 1 ഇൻറ്റു 2 2, ഈ 2 ഇൻറ്റു 2 4. 9 12 എന്ന് പറയുമ്പോൾ 3 വെച്ച് ചെയ്യാം. 3 ഇൻറ്റു 3 9,
4 ഇൻറ്റു 3 12. അപ്പോൾ 3:4 എന്നായിരിക്കും വരിക. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. യെസ്, 3:4 എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരിക. ഓക്കെ, സിമ്പിളാണല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 5ാമത്തെ ചോദ്യം, ഇഫ് ദി പോപ്പുലേഷൻ ഓഫ് സിറ്റി ഇ ഇൻ ദി ഏജ് ഗ്രൂപ്പ്, സിറ്റി ഇയുടെയാണ് 0-നും 13-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ സിറ്റി ഇയിലെ എണ്ണം 16,200 ആണെങ്കിൽ ഏജ് ഗ്രൂപ്പ് ഓഫ് 0 to 13 ഓഫ് സിറ്റി ഇ ഈസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദി പോപ്പുലേഷൻ ഇൻ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് 13 to 19. അപ്പോൾ 0-നും 13-നും ഇടയിലുള്ള കുട്ടികളുടെ എണ്ണം 16,200 ആണെങ്കിൽ സിറ്റി ഇയിലെ 0-നും 13-നും, അതായത് 0 to 13 പ്രായത്തിൻ്റെ എത്ര ശതമാനമായിരിക്കും 13 to 19 പ്രായമുള്ള കുട്ടികളുടെ എണ്ണം എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 0-നും 13-നും ഇടയിൽ പ്രായമുള്ള സിറ്റി ഇയിലെ കുട്ടികളുടെ എണ്ണം 16,200 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണ്ട. ഇനി 13-നും 19-നും ഇടയിലുള്ള സിറ്റി ഇയിലെ കുട്ടികളുടെ എണ്ണമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. അതായത് സിറ്റി ഇ ആണ്, 13-നും 19-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ എണ്ണമാണ് നമുക്ക് തന്നിട്ടുള്ളത് സിറ്റി ഇയുടെ. അതായത് 0-നും 13-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത്. അതായത് 18% എത്രയാണെന്നാണ് തന്നിരിക്കുന്നത്? 16,200 ആണെന്ന്. ഇനി നമ്മൾ 13-നും 19-നും ഇടയിലുള്ള കുട്ടികളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് 15% എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 16,200 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 18. ഓക്കെ, ഇത് 3 വെച്ച് ചെയ്യാം അല്ലേ? 5 ഇൻറ്റു 3 15, 6 ഇൻറ്റു 3 18. ഇനി ഇത് 2 വെച്ച് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 2 6, 8 ഇൻറ്റു 2 16, 8 ഇൻറ്റു 2 16, 1 ഇൻറ്റു 2 2 0 0. ഇനി 3 വെച്ച് ചെയ്യാൻ പറ്റും. 3 ഇൻറ്റു 2 6, ബാക്കി 2 വരും 21 അല്ലേ? 7 ഇൻറ്റു 3 21, 2 0. ഇത് വരുമ്പോൾ ആൻസർ എത്ര വരും? 13,500 വരും. എത്ര? 13-നും 19-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ എണ്ണം. ഇനി നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇത്രേ ഉള്ളൂ. ദെൻ പോപ്പുലേഷൻ ഇൻ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് 0 to 13 ഇയേഴ്സ് ഓഫ് സിറ്റി ഇ, അത് എത്രയാണ് തന്നിട്ടുണ്ട്? 16,200 എന്ന് തന്നിട്ടുണ്ട്. ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ഇൻ ദി ഏജ് ഗ്രൂപ്പ്. അപ്പോൾ താഴെ എഴുതേണ്ടത് എന്താണ്? 13-നും 19-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ എണ്ണം. അത് എത്രയാണെന്ന് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു? 13,500. ഇനി പെർസെൻറ്റേജ് ആയതുകൊണ്ട് 100, 0 0 കട്ട് ചെയ്തു. 5 വെച്ച് ചെയ്യുമ്പോൾ 5 ഇൻറ്റു 2 10 0. ഇനി 5 ഇൻറ്റു 2 10, ബാലൻസ് 3 വരും. 5 ഇൻറ്റു 7 35. ഇനി ഇത് 2ഉം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് മനസ്സിലാക്കിയത്? 7 + 2 9. 9-നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാമല്ലോ. അപ്പോൾ 27-നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇനി അതുപോലെ 1 6 2, ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 6 + 1 7, 7 + 2 9. 9-നെ 3 വെച്ച് കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ 2-നെ നമുക്ക് 3 വെച്ച് കട്ട് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ 3-ൻ്റെ ഡിവിസിബിലിറ്റി നോക്കുന്നത്. 9 ഇൻറ്റു 3 27. ഇവിടെ 5 ഇൻറ്റു 3 15, ബാലൻസ് 1. 4 ഇൻറ്റു 3 12. ഇനി 9 ഇൻറ്റു 6 ആണല്ലോ 54, 6. ഇനി 50 ഇൻറ്റു 6 30 അല്ലേ? 300. അപ്പോൾ ഇല്ല 6 ഇൻറ്റു യെസ് 6 ഇൻറ്റു ഇവിടെ 20 അല്ലേ വരിക? 5 വെച്ചിട്ടല്ലേ? 5 ഇൻറ്റു 2 അല്ലേ? ഇത് 50 അല്ല കേട്ടോ, 2 ആണ്, മാറിപ്പോയതാണ്. 5 വെച്ചിട്ടല്ലേ നമ്മളിവിടെ കട്ട് ചെയ്തത്? 5 വെച്ച് ചെയ്യുമ്പോൾ 2 ആണ് വരിക. 5 ഇൻറ്റു 2 ആണല്ലോ 10. ഓക്കെ, അപ്പോൾ 6 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ 120. അപ്പോൾ 120% എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷനിൽ 120 ഇല്ലേ? യെസ്, ഓപ്ഷനിൽ 120 ഉണ്ട്. സിമ്പിളാണല്ലോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ നേരത്തെ കട്ട് ചെയ്തതിൽ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, 5 വെച്ച് ചെയ്തപ്പോൾ ഞാൻ അവിടെ 20 എഴുതുന്നതിന് പകരം 50 എഴുതിയതാണ് അവിടെ മിസ്റ്റേക്ക് വന്നത്. നിങ്ങൾ ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, സോ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ കീ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാം ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാനിവിടെ
കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, താങ്ക് യു.